Dear students, in this video we are discussing permutations. That is permutation and combination 7.2. That is NCERT plus 1 textbook 7th chapter 2nd section. Permutation. നമ്മൾ ആദ്യത്തെ വീഡിയോയിൽ ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ് ആണ് പഠിച്ചത്. അവിടെ നമ്മൾ അത് ഉപയോഗിച്ച് ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ് ഉപയോഗിച്ച് കുറേ പ്രോബ്ലം ചെയ്തു. ഇവിടെ നമ്മൾ ഫസ്റ്റ് പെർമ്യൂട്ടേഷൻ, ഇനി പെർമ്യൂട്ടേഷൻ, അത് കഴിഞ്ഞ് കോമ്പിനേഷൻ. എന്താണ് പെർമ്യൂട്ടേഷൻ, എന്താണ് കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ, സിമ്പിളായിട്ട് പറഞ്ഞാൽ പെർമ്യൂട്ടേഷൻ എന്ന് പറയുന്നത് അറേഞ്ച്മെന്റ് ഓഫ് ഓബ്ജക്റ്റ് ആണ് ഇൻ എ ഡെഫിനിറ്റ് ഓർഡർ. എന്ന് പറഞ്ഞാൽ ഒരു ക്ലാസ്സിൽ 50 സ്റ്റുഡൻസ് ഉണ്ടെന്ന് വിചാരിക്കുക. അതിൻ്റെ അകത്തുനിന്ന് ഒരു ചെയർമാനെയും ഒരു വൈസ് ചെയർമാനെയും സെലക്ട് ചെയ്യുന്നു. ആദ്യം സെലക്ട് ചെയ്യുന്ന ആൾ ചെയർമാൻ, രണ്ടാമത് സെലക്ട് ചെയ്യുന്ന ആൾ വൈസ് ചെയർമാൻ. അങ്ങനെയാണെങ്കിൽ എത്ര തരത്തിൽ അറേഞ്ച് ചെയ്യാം, സെലക്ട് ചെയ്യാം, എത്ര തരത്തിൽ അറേഞ്ച് ചെയ്യാം ചെയർമാനും വൈസ് ചെയർമാനും. ഇതിനെ നമ്മൾ പെർമ്യൂട്ടേഷൻ എന്ന് പറയും. ഇനി അതേ ക്ലാസ്സിൽ നിന്ന് 2 കുട്ടികളെ സെലക്ട് ചെയ്യുന്നു. ആദ്യം സെലക്ട് ചെയ്ത ആൾ ചെയർമാൻ ആകണമെന്നില്ല. ആ 50 സ്റ്റുഡൻസിൽ നിന്ന് 2 സ്റ്റുഡൻസിനെ സെലക്ട് ചെയ്യുന്നു. അത് സെലക്ഷനാണ്, അതിന് ഓർഡർ ഇല്ല. അതിന് നമ്മൾ കോമ്പിനേഷൻ എന്ന് പറയും. സിമ്പിളായിട്ട് ഇതാണ് പെർമ്യൂട്ടേഷനും കോമ്പിനേഷനും തമ്മിലുള്ള വ്യത്യാസം. പെർമ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ അറ്റ്സ് ആൻ അറേഞ്ച്മെന്റ്, ഇറ്റ്സ് എ ഡെഫിനിറ്റ് ഓർഡർ. ബട്ട് കോമ്പിനേഷൻ ഹാസ് നോട്ട് ആൻ അറേഞ്ച്മെന്റ്, ഇറ്റ് ഈസ് എ സെലക്ഷൻ ഓഫ് ഓബ്ജക്ട്സ്. ഇതാണ്. നമുക്ക് ഡെഫിനിഷൻ നോക്കാം. ഡെഫിനിഷൻ: എ പെർമ്യൂട്ടേഷൻ ഈസ് ആൻ അറേഞ്ച്മെന്റ് in a definite order of number of objects taken some or all at a time. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുറേ ഓബ്ജക്റ്റ്, നമ്പർ ഓഫ് ഓബ്ജക്ട്സ് ടേക്കൺ സം ഓർ ഓൾ അറ്റ് എ ടൈം. നമ്പർ ഓഫ് ഓബ്ജക്റ്റ്, ഒന്നുകിൽ ഓബ്ജക്റ്റ് എല്ലാം എടുക്കുന്നു, അറേഞ്ച് ചെയ്യുന്നു, അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് കുറച്ച് ഭാഗം എടുത്ത് അറേഞ്ച് ചെയ്യുന്നു. ഇതിനെയാണ് പെർമ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. തിയറം നമ്പർ 1: the number of permutation of n objects, n different objects taken r at a time where 0 less than or less than or equal to n and the object did not repeat is n into n minus 1 into n minus 2 so on n minus r plus 1, which denoted npr. എന്ന് പറഞ്ഞാൽ n ഓബ്ജക്റ്റിൽ നിന്നും r ഓബ്ജക്റ്റ് പെർമ്യൂട്ട് ചെയ്യുന്നത് എൻ പി ആർ ഡിഫറെൻറ്റ് ടൈപ്സിലാണ്. എൻ പി ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ n ഇൻറ്റു n മൈനസ് 1 n മൈനസ് 2 സോൺ n മൈനസ് ആർ പ്ലസ് 1 ആണ്. ഈ ഓബ്ജക്റ്റുകൾ റിപ്പീറ്റ് ചെയ്യുന്നത്, നോട്ട് റിപ്പീറ്റ്. അതിൻ്റെ പ്രൂഫാണ്. പ്രൂഫ് ഈസ് വെരി സിമ്പിൾ. പ്രൂഫ്: n ഓബ്ജക്റ്റ്, ഇതിൻ്റെ പ്രൂഫ്: there will be as many permutations as there are ways of filling r vacant places. r vacant n ഓബ്ജക്റ്റ് ആണ്. n ഓബ്ജക്റ്റ് എടുത്തിട്ട് ആദ്യ ഒരു ഓബ്ജക്റ്റ് എടുക്കുന്നു. n ഓബ്ജക്റ്റ് ആണ്. അതിൽ n ഓബ്ജക്റ്റ് എടുത്തിട്ട് ആദ്യത്തെ വേക്കൻറ്റ് സ്പേസ് ഫില്ല് ചെയ്യുന്നു. ഇതാണ് ആദ്യത്തെ വേക്കൻറ്റ് സ്പേസ്. അവിടെ എത്ര തരത്തിൽ ഫില്ല് ചെയ്യാം? n ഓബ്ജക്റ്റ് ഉണ്ടെങ്കിൽ n ടൈപ്സ് ഫില്ല് ചെയ്യാം. n ഏതെങ്കിലും ഓബ്ജക്റ്റ് അവിടെ ഫില്ല് ചെയ്യാം. രണ്ടാമത്തെ വേക്കൻറ്റ് സ്പേസിൽ n മൈനസ് 1 ഓബ്ജക്റ്റ് ഫില്ല് ചെയ്യാം. അതിൽ ഏതെങ്കിലും ഒരെണ്ണം എടുത്ത് ഫില്ല് ചെയ്യാം. മൂന്നാമത്തെ സ്പേസിലോ ഇനി n മൈനസ് 2 ഓബ്ജക്റ്റുകളാണുള്ളത്. തേർഡ് സ്പേസിൽ n മൈനസ് 2 ഓബ്ജക്റ്റ് ഫില്ല് ചെയ്യാം. ഫോർത്ത് വേക്കൻറ്റ് സ്പേസിൽ n മൈനസ് 3 ഓബ്ജക്റ്റ് ഫില്ല് ചെയ്യാം. ആൻഡ് ഓൺ. ആർത്ത് വേക്കൻറ്റ് സ്പേസിൽ ഫസ്റ്റ് വേക്കൻറ്റ് സ്പേസിൽ n, സെക്കൻഡിൽ n മൈനസ് 1, തേർഡിൽ n മൈനസ് 2, ഫോർത്തിൽ n മൈനസ് 3, അങ്ങനെയുള്ള ആറിലോ n മൈനസ് ആർ മൈനസ് 1, ആർ മൈനസ് 1, ആറിന് ആർ മൈനസ് 1. ഇത്രയും ഫില്ല് ചെയ്യാം ബൈ n ഓബ്ജക്റ്റ്. ഇതാണ് 6 വേക്കൻറ്റ് പ്ലേസസ്. ഇത്രയും തരത്തിൽ ബൈ n ഓബ്ജക്റ്റ്. ദ ഫസ്റ്റ് പ്ലേസ് ക്യാൻ ബി ഫിൽ ഇൻ n വേസ്. ആദ്യത്തെ സ്ഥലത്ത് n വേസിൽ ഫില്ല് ചെയ്യാം. ഫോളോയിങ് വിച്ച് സെക്കൻഡ് പ്ലേസ് ക്യാൻ ബി ഫിൽഡ് ബൈ n മൈനസ് 1 വേസ്. ദ ആർത്ത് പ്ലേസ് ക്യാൻ ബി ഫിൽഡ് ബൈ n മൈനസ് ആർ മൈനസ് 1 വേസ്. Therefore, the number of ways of filling in r vacant place in succession is by fundamental principle of counting അനുസരിച്ച് n into n minus 1 into n minus 2 so on n minus r minus 1 ആണ്. That is equal to n into n minus r minus 1 എന്നുള്ളത് ഈ മൈനസ് ഇൻറ്റു മൈനസ് ഉള്ളത്. ദാറ്റ് ഈസ് n into n minus 1 so n minus r plus 1. ഇതാണ്. ഓക്കെ, അതാണ്. ഇതിനെ നമ്മൾ NPR എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, ദെൻ ഫാക്ടോറിയൽ നൊട്ടേഷൻ. ഇത് നൊട്ടേഷൻ ഇതാണ്. n ഫാക്ടോറിയൽ എന്ന് റെപ്രസെന്റ് ദ പ്രോഡക്റ്റ് ഓഫ് ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സ്. ദ സിമ്പിൾ n റീഡ് ആസ് ഫാക്ടോറിയൽ n ഓർ n ഫാക്ടോറിയൽ. ഇതിനെയാണ് നമ്മൾ ഇതാണ് ഇങ്ങനെ
n factorial or factorial n. 1 into ഫസ്റ്റ് നാച്ചുറൽ നമ്പേഴ്സ് ആണ് ആദ്യത്തെ. 1 into 2 into so on n minus 1 into n-നെയാണ് നമ്മൾ ഫാക്ടോറിയൽ n എന്ന് പറയുന്നത്, അല്ലെങ്കിൽ n ഫാക്ടോറിയൽ. 1 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 1 ആണ്. 2 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 1 into 2 ആണ്. 3 ഫാക്ടോറിയൽ എന്ന് 1 into 2 into 3 ആണ്. Then by definition നമ്മൾ ഡിഫൈൻ ചെയ്യാണ് 0 ഫാക്ടോറിയൽ equal to 1. Then the derivation of the formula NPR. NPR നമ്മൾ നേരത്തെ നമ്മൾ ചെയ്തു. NPR equal to this എന്ന് നമ്മൾ അതിന് നമ്മൾ ഷോർട്ടിൽ നമ്മൾ എഴുതുകയാണ്. NPR equal to this n into n minus 1 so on n minus r minus 1. അതിന് നമ്മൾ വേറൊരു മെത്തേഡിൽ എഴുതുകയാണ്. ദാറ്റ് ഈസ് n into n minus 1 so on n minus r minus 1. ഇതിന് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും നമ്മൾ 1 into 2 into 3 into so on n minus r കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും n minus r കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണ്. ഇതാ NPRന്റെ ന്യൂമറേറ്ററിൽ ഇതാ ഡിനോമിനേറ്റർ. അപ്പോൾ ഇതെന്തായി 1 into 2 into 3 into so on n minus r. ഇതിൻ്റെ മൈനസ് ആർ n minus r minus 1 so on n വരെ. അപ്പോൾ ഇത് മുകളിൽ എഴുതിയിരിക്കുന്നത് n ഫാക്ടോറിയലാണ്. ഇതാ ന്യൂമറേറ്റർ ഇസ് n ഫാക്ടോറിയൽ. ഡിനോമിനേറ്റർ 1 into 2 into so on 3 into so on n minus r ആണ്. അത് n minus r ഫാക്ടോറിയലാണ്. അതാണ് നിങ്ങൾക്ക് ഓർമ്മ വേണ്ടത്. ഇവിടെ നമ്മൾ ഈ ന്യൂമറേറ്ററിൽ എഴുതിയിരിക്കുന്നത് നോക്കുക. ന്യൂമറേറ്ററിൻ്റെ അകത്ത് ഇതാ എന്നിൻ്റെ അകത്ത് n ആദ്യത്തെ നമ്പർ n ആണ്. n അതിൽ നിന്ന് 1 കുറച്ചു, 1 സബ്ട്രാക്ട് ചെയ്തു, 2 സബ്ട്രാക്ട് ചെയ്തു, r minus 1 സബ്ട്രാക്ട് ചെയ്തു, 6 സബ്ട്രാക്ട് ചെയ്തു, r plus 1 സബ്ട്രാക്ട് ചെയ്തു, സോ ഓൺ. അവസാനം n minus 1 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 1 കിട്ടും. അല്ലെങ്കിൽ 1, 2, 3 എന്നിങ്ങനെ ഇതിൻ്റെ കൂട്ടത്തിൽ ഇതിനെ ഇൻക്രീസ് ചെയ്ത് n വരെ വരുന്നു. അതാണ് n ഫാക്ടോറിയൽ. താഴെയും അതുപോലെ തന്നെ വന്നു. ഓക്കെ. അപ്പോൾ NPR എന്ന് പറയുന്നത് n ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ n മൈനസ് r ഫാക്ടോറിയലാണ്. ആറിൻ്റെ വാല്യൂസ് 0യ്ക്കും n-നും ഇടയിലായിരിക്കും. n-ന് മുകളിൽ r-ന്റെ വാല്യൂ എടുക്കാൻ പാടില്ല. n ഓബ്ജക്റ്റിൽ നിന്ന് r ഓബ്ജക്റ്റ് എടുക്കാൻ പാടില്ല. ഈ r n-ൽ താഴെയായിരിക്കണം. n-ൽ മുകളിലാണെങ്കിൽ മീനിങ്ലെസ് ആണ്. അതുകൊണ്ട് NPR എന്ന് പറഞ്ഞാൽ n ഓബ്ജക്റ്റിൽ നിന്ന് r ഓബ്ജക്റ്റ് അറേഞ്ച് ചെയ്യുന്നു. എത്ര തരത്തിൽ? ഫാക്ടോറിയൽ n ഡിവൈഡ് ബൈ ഫാക്ടോറിയൽ n മൈനസ് r. ഓക്കെ. ദെൻ NPN എന്താ? NPN is equal to ഫാക്ടോറിയൽ n ഡിവൈഡ് ബൈ ഫാക്ടോറിയൽ n മൈനസ് n. അതാണ് ഫാക്ടോറിയൽ n മൈനസ് n ആണ് NPN. That is equal to factorial n divided by factorial 0. That is equal to n factorial. That is NPN is equal to n factorial. Then NP0 എന്ന് പറഞ്ഞാൽ n factorial divided by n minus 0 factorial ആണ്. That is n factorial divided by n factorial. That is equal to 1. ഇനി നമുക്ക് ഇതിൽ NPN ആണ്. NPN 4P2 എന്ന് പറഞ്ഞാൽ 4 into 3 ഡിവൈഡ് 4 into 3 ആണ്. 4 into 3 ഡിവൈഡ് അതാണ് 4P2 2 times 4P2. then 4P4 എന്ന് പറഞ്ഞാലോ that is NPN is equal to n factorial. that is 4 into 3 into 2 into 1. അതാണ് then 8P5 that is equal to 8 into 7 into 6 into മുകളിൽ 5 times എഴുതണം. 6 into 5 into 4 ഇതാ മുകളിൽ 1 2 3 4 5 അതാണ് 8P5. 8 ഓബ്ജക്റ്റിന് 5 ഓബ്ജക്റ്റ് എത്ര തരത്തിൽ പെർമ്യൂട്ട് ചെയ്യാന്നുള്ളതാണ്. ഓക്കെ. ദെൻ തിയറം 2. ഇത് നമ്പർ ഓഫ് പെർമ്യൂട്ടേഷൻ ഓഫ് n ഡിഫറെന്റ് ഓബ്ജക്ട് ടേക്കൺ r at a time where the repetition is allowed. റിപ്പീറ്റേഷൻ അലൗ ചെയ്യുന്നുണ്ടെങ്കിൽ n ഓബ്ജക്റ്റിൽ നിന്നും r ഓബ്ജക്റ്റ് എത്ര തരത്തിൽ അലൗ എടുക്കാന്നുള്ളതാണ്. അപ്പോൾ ആദ്യത്തെ ഇതിൽ n ഓബ്ജക്റ്റ് ഉണ്ട്, രണ്ടാമത്തേലും n ഓബ്ജക്റ്റ് ഉണ്ട്, കാരണം റിപ്പീറ്റേഷൻ അലൗവിലാണ്. മൂന്നാമത്തേലും n ഓബ്ജക്റ്റ് ഉണ്ട്, അങ്ങനെ ആർത്തിലും എന്തുണ്ട്? n ഓബ്ജക്റ്റ് ഉണ്ട്. അപ്പം ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ് അനുസരിച്ച് എന്താ? n into n into n n raised to r. അത് ഓർമ്മ വേണം. റിപ്പീറ്റേഷൻ ചെയ്യുന്നില്ലെങ്കിൽ n into n minus 1 n minus 2 so on n minus r minus 1 എന്നാവും. ഓക്കെ. എക്സാമ്പിൾ നമുക്ക് നോക്കാം. Example, the number of 3 letters, the number of 3 letters word which can be formed by the letters without repetition of the word number. 3 letter word ഈ നമ്പർ കൊണ്ട് എത്ര ഉണ്ടാക്കാന്നാണ്. ഈ നമ്പറിൽ എത്ര ലെറ്റർ ഉണ്ട്? 6. അതിൽ നിന്ന് 3 ലെറ്റർ എത്ര തരത്തിൽ എടുക്കാം? 6P3 ഡിഫറെന്റ് അറേഞ്ച്മെന്റ് ഉണ്ടാവും. 6P3 എന്ന് പറഞ്ഞാൽ എന്താ? ഫാക്ടോറിയൽ 6 ഡിവൈഡ് ബൈ 6 മൈനസ് 3. ദാറ്റ് ഈസ് ഫാക്ടോറിയൽ 6 ഡിവൈഡ് ബൈ ഫാക്ടോറിയൽ 3.
അപ്പം മുകളിലും താഴെ ന്യൂമറേറ്ററും 3 വരെയുള്ള ക്യാൻസൽ ചെയ്യും. പിന്നെ 4 × 5 × 6 ദാറ്റ് ഈസ് 120. ഇവിടെ ഇനി റിപ്പീറ്റേഷൻ അനുവദിക്കുവാണെങ്കിലോ, നമുക്ക് ഇതിൽ 3 വേക്കൻറ്റ് പ്ലേസിലും ഇവിടെയും 6 എഴുതാം, ഇവിടെയും 6 എഴുതാം, ഇവിടെയും 6 എഴുതാം. അപ്പോൾ 6 × 6 × 6 6 ക്യൂബ് ദാറ്റ് ഈസ് 216. ഓർമ്മ വേണം. ദെൻ നെക്സ്റ്റ് എക്സാമ്പിൾ. The number of ways in which a chairman and vice chairman can be chosen from amongst a group of 12 persons. 12 പേരിൽ നിന്നും 12 പേഴ്സിൽ നിന്നും ഒരു ചെയർമാനെ ഒരു വൈസ് ചെയർമാനെ എത്ര തരത്തിലെടുക്കാം? 12p2 ഡിഫറെന്റ് വേസിൽ അറേഞ്ച് ചെയ്യാം. ദാറ്റ് ഈസ് factorial 12 divided by factorial 12 minus 2, that is factorial 12 divided by factorial 10, that is equal to 10 വരെയുള്ള നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്ത് പോവും, ക്യാൻസൽ ചെയ്ത് പോവും. Then 11 × 12 that is 132. Then the number of permutation of n object where p object of the same kind and rest are all different. ഇപ്പോൾ n ഓബ്ജക്റ്റ് ഉണ്ടെന്ന് വിചാരിക്കുക, അതിൽ p ഓബ്ജക്റ്റ് ഒരേപോലെയാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് പെർമ്യൂട്ടേഷൻ ഫാക്ടോറിയൽ n ഡിവൈഡഡ് ബൈ ആ p ഓബ്ജക്റ്റ് ഒരേപോലെയുള്ളത് കൊണ്ട് ഡിവൈഡ് ചെയ്യണം, p ഫാക്ടോറിയൽ. ഇതാണ് അതിൻ്റെ എക്സ്റ്റൻഷനാണിത്. ദ നമ്പർ ഓഫ് permutation n object where p1 of the object are first kind, p2 are of second kind, pk are of kth kind and the rest are all different kinds. Then number of permutation എന്തായിരിക്കും? n factorial divided by factorial p1 into factorial p2 into factorial pk. ഇതാണ് ഈ ഫോർമുല, ഓർമ്മ വേണം. ഇത് വെച്ച് നമുക്കൊരു പ്രോബ്ലം ചെയ്യാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. വെരി സിമ്പിൾ പ്രോബ്ലം. ഇത് നമ്പർ ഓഫ് പെർമ്യൂട്ടേഷൻ ഓഫ് ദ ലെറ്റേഴ്സ് ഓഫ് ദ വേൾഡ് അലഹബാദ്. അലഹബാദ് എന്ന് പറയുന്ന ഈ വേർഡ് കൊണ്ട് എത്ര വേർഡ് ഫോം ചെയ്യാന്നുള്ളതാണ്. ഈ അലഹബാദിൽ എന്തുണ്ട്? ഈ എ 4 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ഒട്ടാകെ 9 ലെറ്റർ ആണുള്ളത്. അപ്പം 9 ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ, ഈ ഫോർമുല അനുസരിച്ച് 9 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ എ 4 ടൈംസ് റിപ്പീറ്റ് ഉണ്ട്, ഫാക്ടോറിയൽ 4. പിന്നെ എന്തുണ്ട്? പിന്നെ എല്ല് 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം 2. അതാണ് എ p1 എന്ന് പറയുന്ന എ ആണ്, അത് 4 ടൈംസ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. p2 എന്ന് പറയുന്നത് എല്ലാണ്, അത് 2 ടൈംസ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് 5 × അപ്പോൾ ഫാക്ടോറിയൽ 9 ഡിവൈഡ് ബൈ 4 × ഫാക്ടോറിയൽ 4 × ഫാക്ടോറിയൽ 2 ദാറ്റ് ഈസ് ദിസ്. ദെൻ നെക്സ്റ്റ് എക്സാമ്പിൾ നമ്പർ 1. ഹൗ മെനി 4-digit numbers can be formed by using the digit 1 to 9 if repetition of the digit is not allowed? റിപ്പീറ്റേഷൻ അനുവദിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ 9 ഡിജിറ്റിൽ നിന്ന് 4 ഡിജിറ്റ് എത്ര തരത്തിൽ അറേഞ്ച് ചെയ്യാനാണ്? ദാറ്റ് ഈസ് 9p4 ദാറ്റ് ഈസ് ഇക്വൽ ഫാക്ടോറിയൽ 9 ഡിവൈഡ് ബൈ ഫാക്ടോറിയൽ 9 ബൈ -4 ദാറ്റ് ഈസ് 9 ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ 5 ഫാക്ടോറിയൽ ദാറ്റ് ഈസ് ഈക്വൽ ടു 9 × 8 × 7 × 6. ആദ്യത്തെ 5 വരെയുള്ളത് മൾട്ടിപ്ലൈ ചെയ്ത് പോകും. ദാറ്റ് ഈസ് ഈക്വൽ ടു 3024. ദെൻ എക്സാമ്പിൾ നമ്പർ 2. How many numbers lies between 100 and 1000 can be formed with the digit 0, 1, 2, 3, 4, 5 if the repetition of the digit is not allowed? അതാണ് അതിൻ്റെ സൊല്യൂഷൻ. അപ്പം എവറി നമ്പർ ബിറ്റ്വീൻ 100 and 1000 ഈസ് എ 3-digit നമ്പർ. അപ്പോൾ ഈ ഇത്രയും നമ്പർ കൊണ്ട് നമുക്ക് 3-digit നമ്പർ എത്ര ഉണ്ടാക്കാമെന്നാണ് നോക്കുന്നത്. അപ്പോൾ ഇത്രയും നമ്പർ കൊണ്ട് നമുക്ക് അത് ആദ്യം നമ്മൾ നോക്കുക. The required number, the number of permutation of digit 0, 1, 2, 3, 4, 5 taken 3 at a time. ഇതിൻ്റെ അകത്ത് 3 നമ്പർ എത്ര തരത്തിലെടുക്കാമെന്ന്, അത് 6p3 ടൈംസിലാണ്. അതിൽ നിന്ന് 0 ആദ്യം വരുന്നതൊക്കെ കുറയ്ക്കണം, 0 ഫസ്റ്റ് ഡിജിറ്റിൽ വരുന്നതെല്ലാം കുറയ്ക്കണം. അതാണ് ഇതിൻ്റെ അകത്ത് 0 ഫസ്റ്റിൽ ഇതാ. അപ്പോൾ 6p3 ടൈംസിൽ അപ്പോൾ ഇങ്ങനെ ഒരു നമ്പർ വരുന്നു ചെയ്യുക 0, 4, 5. ഇത് 2 ഡിജിറ്റ് നമ്പറാണ്. അപ്പോൾ ഈ 6 നമ്പറിൽ നിന്ന് 3 നമ്പർ എത്ര തരത്തിൽ സെലക്ട് ചെയ്യാൻ? 6p3. അതിൽ 0 ഫസ്റ്റ് വരുന്ന എത്ര ലെറ്റർ ഉണ്ട്? അപ്പോൾ 0 ഫസ്റ്റ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 0 ഫസ്റ്റ് ഫിക്സ് ചെയ്യുക. 0. പിന്നെ എത്ര നമ്പറാണുള്ളത്? പിന്നെ 5 നമ്പറാണുള്ളത്, 5 നമ്പേഴ്സ്. അതിൽ നിന്ന് 2 നമ്പറാണ് എടുക്കേണ്ടത്. അത് എത്ര തരത്തിൽ? 5p2. അപ്പോൾ നമ്പർ എത്രയാ? ഇതിൻ്റെ 0 ഈ ഇതിൻ്റെ 6p3 നമ്പർ സെലക്ട് ചെയ്യാം. അതിൽ 5p2 നമ്പേഴ്സ് 0 ആദ്യം വരുന്നതാണ്. അപ്പോൾ 3 ഡിജിറ്റ് നമ്പർ എന്ന് പറഞ്ഞാൽ ഇതിൽ നിന്ന് കുറയ്ക്കുകയാണ്. അപ്പം 6p3 എന്ന് പറഞ്ഞാൽ ഫാക്ടോറിയൽ 6 ഡിവൈഡ് ബൈ ഫാക്ടോറിയൽ 3 മൈനസ് 5p2 എന്ന് പറഞ്ഞാൽ 5 ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ 3 ഫാക്ടോറിയൽ ദാറ്റ് ഈസ് ഈക്വൽ ടു ഇതാ 4 × 5 × 6 ദാറ്റ് ഈസ് 120 ഡിവൈഡ് ബൈ 4 × 5 20 ദാറ്റ് ഈസ് 100. അത് ഓർമ്മ വേണം.
Next, example 3. Find the value of n such that np5 equal to 42 np3, n greater than 4. And second question is np4 divided by n minus 1 p4 equal to 5 by 3. Find the value of n. n ന്റെ വാല്യൂ ആണ് കാണേണ്ടത്. വാല്യൂ ഓഫ് n. n ന്റെ വാല്യൂ ആണ്. ഫസ്റ്റ് np5 ഈക്വൽ ടു 42 np4 എന്നാണ്. np5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയായിരിക്കും? np5 n ഇൻറ്റു n മൈനസ് 1. അത് ഇവിടെ താഴേക്ക് 5 ടൈംസ് 1 2 3 4 5 n മൈനസ് 0 n മൈനസ് 1 n മൈനസ് 2 n മൈനസ് 3 n മൈനസ് 4. അപ്പോൾ അത് 5 ടൈംസ് എടുക്കണം. ദെൻ 42. ദെൻ np3 n മുതൽ താഴേക്ക് 3 ടൈംസ് n ഇൻറ്റു n മൈനസ് 1 ഇൻറ്റു n മൈനസ് 2. ഇതിൻ്റെ അകത്ത് നമ്മൾ കോമൺ ആയിട്ടുള്ളത് ക്യാൻസൽ ചെയ്ത് കളയാം. n ഇൻറ്റു n മൈനസ് 1 n മൈനസ് 2 രണ്ട് സൈഡിലും ക്യാൻസൽ ചെയ്ത് കളയാം. പോയിട്ട് എന്താ ഉള്ളത്? n മൈനസ് 3 ഇൻറ്റു n മൈനസ് 4 ഈസ് ഈക്വൽ ടു 42. ദാറ്റ് ഈസ് n സ്ക്വയർ മൈനസ് 10n പ്ലസ് 30n 3n ഈസ് ഈക്വൽ ടു 0. ഇതിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്തപ്പോൾ n മൈനസ് 10 ഇൻറ്റു n പ്ലസ് 1 ഈക്വൽ ടു 0. ദാറ്റ് ഈസ് ഈക്വൽ ടു n ഈക്വൽ ടു 10 ഓർ n ഈക്വൽ ടു മൈനസ് 3. ആസ് n കനോട്ട് ബി നെഗറ്റീവ്, n നെഗറ്റീവ് ആവില്ല. അതുകൊണ്ട് എന്താ? n ഈക്വൽ ടു 10. അതാണ് ഓർമ്മ വേണം. അപ്പോൾ ആദ്യത്തെ ആൻസർ n ഈക്വൽ ടു 10 ആണ്. ഇനി സെക്കൻഡ് വണ്ണിൽ നമുക്ക് തന്നിരിക്കുന്നത് np4 ഡിവൈഡ് ബൈ n മൈനസ് 1 p4 ഈക്വൽ ടു 5 ബൈ 3 എന്നാണ്. അപ്പോൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇത് 3 ഇങ്ങോട്ട് വരും. ആ 3 ഇവിടെ വന്നു. പിന്നെ np4 n മുതൽ താഴേക്ക് 4 ടൈംസ് n ഇൻറ്റു np4 എന്ന് പറഞ്ഞാൽ n ഇൻറ്റു n മൈനസ് 1 ഇൻറ്റു n മൈനസ് 2 ഇൻറ്റു n മൈനസ് 3 ഈക്വൽ ടു ഈ 5 ഇവിടെ വന്നു. n മൈനസ് 1 p4 n മൈനസ് 1 മുതൽ താഴേക്ക് 4 ടൈംസ് എഴുതണം. n മൈനസ് 1 n മൈനസ് 2 n മൈനസ് 3 n മൈനസ് 4. അപ്പോൾ കോമൺ ആയിട്ടുള്ളതെല്ലാം ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്? n മൈനസ് 1 n മൈനസ് 2 n മൈനസ് 3 ക്യാൻസൽ ചെയ്ത് പോയി. ഇതാ ഇവിടെയും n മൈനസ് 1 n മൈനസ് 2 n മൈനസ് 3 ക്യാൻസൽ ചെയ്ത് പോയി. അപ്പോൾ ലെഫ്റ്റ് സൈഡ് 3n, റൈറ്റ് സൈഡിൽ ഉള്ളത് 5 ഇൻറ്റു n മൈനസ് 4. ദാറ്റ് ഈസ് n ഈക്വൽ ടു 10. അടുത്ത പ്രോബ്ലം എക്സാമ്പിൾ നമ്പർ 4. Find r if 5 into 4 pr equal to 6 into 6 into 5 pr minus 1. അപ്പോൾ 5 into 4 pr എന്നുള്ള 4 factorial divided by 4 minus r factorial into equal to 6 into 5 pr minus 1 എന്ന് പറഞ്ഞാൽ 5 factorial divided by 5 minus r minus 1 ആണ്. അപ്പോൾ that is 5 minus r plus 1. ഓക്കെ, ഇനി ഇത് നമ്മൾ അതുപോലെ തന്നെ എഴുതി. ഇതിനകത്ത് 5 മൈനസ് ആർ പ്ലസ് 1നെ നമ്മൾ 1 2 3 4 എന്നാ വരിക. 1 2 3 4 എന്ന് വന്നു 5 മൈനസ് ആർ മൈനസ് 1 വന്നു ഫാക്ടോറിയൽ, അതുവരെയുള്ള വന്നു. ഇനി ഇതിൻ്റെ അകത്ത് ഒന്നും കൂടി ആഡ് ചെയ്യുമ്പോൾ എന്തായി? 5 മൈനസ് ആർ വന്നു. ഒന്നും കൂടി ആഡ് ചെയ്യുമ്പോൾ 5 മൈനസ് ആർ പ്ലസ് 1 എന്ന് വന്നു. അപ്പോൾ 5 മൈനസ് ആർ പ്ലസ് 1ന്റെ ലാസ്റ്റ് 3 ടേം അതുപോലെ എഴുതിയിട്ട് ബാക്കിയുള്ളത് നമ്മൾ 1 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു ഇതുവരെ വന്നത്. ഇതൊരു ഫാക്ടോറിയൽ നൊട്ടേഷനാണ്. അത് നിങ്ങൾ ഓർമ്മ വേണം. ഇതൊരു ഫാക്ടോറിയൽ നൊട്ടേഷനാണ്. ഈ ഫാക്ടോറിയലിനെ നമ്മൾ ഇതപ്പോൾ ഫോർ എക്സാമ്പിൾ 5 ഫാക്ടോറിയൽ എന്നുള്ളത് നമുക്ക് എന്തെഴുതാം? 5 ഇൻറ്റു 4 ഫാക്ടോറിയൽ എന്ന് എഴുതാം. അപ്പോൾ ആദ്യത്തെ 4 ഫാക്ടോറിയൽ അവസാനത്തെ 5ഉം അതുപോലത്തെ ആദ്യത്തെ 5 മൈനസ് ആർ മൈനസ് 1 വരെയുള്ള ഫാക്ടോറിയൽ എഴുതി. അത് കഴിഞ്ഞുള്ള 2 ടേമും എഴുതി. ഇനി നമ്മൾ നോക്കാം ഇതിൻ്റെ അകത്തുനിന്ന് ഇതാ 5 മൈനസ് ആർ മൈനസ് 1 എന്ന് പറഞ്ഞാൽ എന്താ? 4 മൈനസ് ആർ ആണ്. 4 മൈനസ് ആർ. അപ്പം നമ്മൾ എന്ത് ചെയ്തു? 4 മൈനസ് ആർ ഫാക്ടോറിയലാണ്. ഇതും കൂടെ ക്യാൻസൽ ചെയ്ത് പോയി. ഈ 5 ഫാക്ടോറിയലും ഈ 5 ഫാക്ടോറിയലും കൂടെ ക്യാൻസൽ ചെയ്ത് പോയി. അപ്പോൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഈ 2 ടേമേ ഉണ്ടാവുള്ളൂ. അതാണ് ആ ടേം ഏതൊക്കെയാ? 5 മൈനസ് ആ 2 ടേം ആണ്. ആ 2 ടേം എന്താ? 6. ഇത് 5 മൈനസ് ആർ പ്ലസ് 1 എന്താ? 6 മൈനസ് ആർ. ഇത് 5 മൈനസ് ആർ. 6 മൈനസ് ആർ ഇൻറ്റു 5 മൈനസ് ആർ ഈക്വൽ ടു 6. ദാറ്റ് ഈസ് ആർ സ്ക്വയർ മൈനസ് 11r പ്ലസ് 24 ഈക്വൽ ടു 0. ഈ 11rനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് മൈനസ് 8r മൈനസ് 3r എന്ന് എഴുതി. അപ്പോൾ r മൈനസ് 8 ഇൻറ്റു r മൈനസ് 3 ഈക്വൽ ടു 0. ദാറ്റ് ഈസ് r ഈക്വൽ ടു 8 ഓർ 3. അതാണ് ഇതിൻ്റെ ആൻസർ. r ഈക്വൽ ടു 8 ഓർ 3. അത് ഓർമ്മ വേണം. അത് സിംപ്ലിഫിക്കേഷനിൽ നിങ്ങൾ ചെയ്താൽ വളരെ സിമ്പിളാണ്. ദെൻ എക്സാമ്പിൾ 5. ഫൈൻഡ് ദ നമ്പർ ഓഫ് ഡിഫറെൻറ്റ് 8 ലെറ്റേഴ്സ് അറേഞ്ച്മെൻറ്റ് ദാറ്റ് ക്യാൻ ബി മെയ്ഡ് ഫ്രം ദ ലെറ്റേഴ്സ് ഓഫ് ദ വേർഡ് ഡോട്ടർ സോ ദാറ്റ് ഓൾ വവൽസ് ഒക്കർ ടുഗദർ. ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഡോട്ടർ എന്ന് പറയുന്ന വേർഡിൻ്റെ ലെറ്റേഴ്സ് കൊണ്ട് എത്ര
എയ്റ്റ് ലെറ്റേഴ്സ് കൊണ്ട് എത്ര വേർഡ് ഫോം ചെയ്യാം? അതിൽ ഓൾ വവ്വൽസ് ഒക്കർ ടുഗദർ. അപ്പോൾ ഇതിൻ്റെ അകത്തുള്ള വവ്വൽസ് അല്ലാത്തത് ഇതാ AUE 3 വവ്വൽസ് ഒന്നിച്ചെടുക്കുക. ഇത് ഒന്നിച്ചാൽ നിൽക്കണം ഓൾ വവ്വൽസ്. അത് കഴിഞ്ഞാൽ പിന്നെ ഏതൊക്കെയാണ് ലെറ്റർ ഉള്ളത്? D ഉണ്ട്, G ഉണ്ട്, H ഉണ്ട്, T ഉണ്ട്, R ഉണ്ട്. ഈ 5 ലെറ്ററും കൂടുതൽ AUE എന്ന് പറയുന്ന ലെറ്ററും കൂടെ ഇത് ഒന്നിച്ച് വെക്കുക. അപ്പോൾ ഈ 6 ലെറ്റർ കൊണ്ട് എത്ര ഇതുകൊണ്ട് എത്ര എണ്ണം ഫോം ചെയ്യാന്നാണ്. ഈ 6 ഇത് റിക്കേർഡ് നമ്പർ ഓഫ് പെർമ്യൂട്ടേഷൻ ഓഫ് 6 ഒബ്ജക്റ്റ് ടേക്കൺ ഓൾ അറ്റ് എ ടൈം. ഈ 6 ഒബ്ജക്റ്റ് എത്ര തരത്തിലെടുക്കാനാണ്? അത് 6p6 ആണ്. അങ്ങനെ ആദ്യം എടുക്കുക. ഇത് ഇവിടെ 6 ഒബ്ജക്റ്റുകളാണ്. 1 2 3 4 5 6 ഒബ്ജക്റ്റ് ആണ്. ഈ 6 ഒബ്ജക്റ്റിൽ നിന്നും ഇത് എത്ര തരത്തിലെടുക്കാം? ഈ 6 ഒബ്ജക്റ്റിൽ നിന്ന് 6 ഒബ്ജക്റ്റ് എത്ര എടുക്കാം? 6p6. അത് കഴിഞ്ഞിട്ട് ഈ AUE എന്നുള്ളത് ഇതിനെ പെർമ്യൂട്ട് ചെയ്യുക. ഇതിനെ എത്ര തരത്തിൽ പെർമ്യൂട്ട് ചെയ്യാം? 3ൽ നിന്ന് 3 എത്ര തരത്തിലെടുക്കാം? 3p3. അപ്പോൾ ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ് അനുസരിച്ച് ഈ 6 ഒബ്ജക്റ്റ് 6p6 ഡിഫറെന്റ് വേസിൽ അറേഞ്ച് ചെയ്യാം. അത് കഴിഞ്ഞാൽ ഇൻറ്റു ഈ AUE എത്ര തരത്തിൽ അറേഞ്ച് ചെയ്യാം? 3p3 ഡിഫറെന്റ് ടൈപ്സ് അറേഞ്ച് ചെയ്യാം. അങ്ങനെ ഞങ്ങൾ ടോട്ടൽ നമ്പർ ഓഫ് ഓൾ വവ്വൽസ് ടുഗദർ എത്രയാണ്? ഇത് 6 ഇൻറ്റു 3 ഫാക്ടോറിയൽ ദാറ്റ് ഈസ് 4320 ആണ്. അങ്ങനെയാണെങ്കിൽ വവ്വൽസ് എല്ലാം ഒന്നിച്ച് വരുന്ന 4320 ലെറ്റേഴ്സ് ഉണ്ടാവും. ദെൻ ഓൾ വവ്വൽസ് ഡി നോട്ട് ഒക്കർ ടുഗദർ. എല്ലാ വവ്വലും ഒന്നിച്ച് വരാത്ത എത്രയുണ്ടാവും? അപ്പോൾ ടോട്ടലിൽ നിന്നും വവ്വൽ എല്ലാം വരുന്നത് കുറയ്ക്കുക. ടോട്ടൽ എത്രയുണ്ടാവും? ഈ ടോട്ടൽ 8 ഡിജിറ്റ്സ് ആണുള്ളത്, 8 ലെറ്റേഴ്സ് ആണുള്ളത്. ഈ 8 ലെറ്റേഴ്സ് കൊണ്ട് എത്ര numbers? The required number of permutation, the number of permutation of 8 letters taken all at a time. 8 ലെറ്റേഴ്സിൽ നിന്നും 8 എത്ര തരത്തിലെടുക്കാം? 8p8. അതിൽ നിന്ന് the number of permutation in which the vowels are always together. വവ്വൽസ് ഓൾവേസ് ടുഗദർ ഉള്ളത് ഇത് കുറയ്ക്കുക. അപ്പം 8p6ൽ നിന്നും ഇത് കുറയ്ക്കുക. 8p6 എന്ന് പറഞ്ഞാൽ 8 ഫാക്ടോറിയൽ മൈനസ് ദിസ് ആണ്. അപ്പം അതിനകത്ത് നമ്മൾ 6 ഫാക്ടോറിയൽ പുറത്തെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ എത്രയുണ്ട്? ഇവിടെ 7 into 8 ആണ് വരിക. ഇവിടെ 3 വരിക. അപ്പോൾ 7 into 8 56 minus 350. അപ്പോൾ 6 factorial into 50. 6 factorial into 50 that is 720 into 50 that is 36000 ആണ്. അപ്പോൾ ടോട്ടൽ പെർമ്യൂട്ടേഷനും 8 ഈ 8 ഓബ്ജക്റ്റ് ഡോട്ടർ എന്ന് പറയുന്ന ഈ 8 ലെറ്ററിൽ നിന്നും പെർമ്യൂട്ട് ചെയ്യുക, അറേഞ്ച് ചെയ്യുക. അത് 8p8 അറേഞ്ച്മെന്റ് ഉണ്ടാവും. അതിൻ്റെ അകത്ത് നിന്ന് വവ്വൽസ് അടുത്ത് വരുന്നത് കുറയ്ക്കുക. ഓക്കെ. ദ നെക്സ്റ്റ് എക്സാമ്പിൾ 6. ഇൻ ഹൗ മെനി വേസ് 4 റെഡ് 3 യെല്ലോ ആൻഡ് 2 ഗ്രീൻ ഡിസ്ക് ബി അറേഞ്ച്ഡ് ഇൻ എ റോ ഇഫ് ദ ഡിസ്ക് ഓഫ് ദ സെയിം കളർ ആർ ഇൻഡിസ്റ്റിങ്ക്വിഷബിൾ. അപ്പോഴാണ് നമ്മൾ ചെയ്യുന്നത് 4 റെഡ് ബോള്, 3 യെല്ലോ ബോൾസ്, 2 ഗ്രീൻസ് ബോൾസ്, ഇതെല്ലാം 4 ഒരേപോലെയുള്ളതാണ്. അങ്ങനെ 4 + 3 + 2 9 അറേഞ്ച്മെന്റ് ഉണ്ടാവും. 9 അറേഞ്ച്മെന്റ് ഉണ്ടാവും. അതിൽ ഈ 4 ആർ അലൈക്ക്, 4 ഒരേപോലെയാണ്. അപ്പോൾ അതിന് 9 ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ 4 ഫാക്ടോറിയൽ ഇൻറ്റു 3 അലൈക്ക്, 3 ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ 2 ഫാക്ടോറിയൽ. ഇതിനെ ഡിവൈഡ് ചെയ്യുക. 9 ഫാക്ടോറിയൽ നിന്ന് 4 റെഡ് ഒരുപോലെയാണ്, 3 യെല്ലോ ഒരുപോലെയാണ്, 2 ഗ്രീൻ ഒരുപോലെയാണ്. അത് ഡിവൈഡ് ചെയ്ത് കളയുക. അപ്പം 1260 വേസ് നമ്പർ ഓഫ് അറേഞ്ച്മെന്റ് കിട്ടും. ഓക്കെ. ദെൻ നെക്സ്റ്റ് എക്സാമ്പിൾ 7. Find the number of arrangement of the letters of the word independence in how many of arrangement. ഇൻഡിപെൻഡൻ്റ് എന്നുള്ള വേർഡിൽ നിന്ന് നമുക്ക് അത് എത്ര തരത്തിൽ പെർമ്യൂട്ട് ചെയ്യുക എന്നുള്ള ആ ഇൻഡിപെൻഡൻസ് എന്നുള്ള ലെറ്റേഴ്സ്. ഇൻഡിപെൻഡൻ്റ് ഉള്ള ലെറ്റേഴ്സിൽ സൊല്യൂഷൻ 12 ലെറ്റേഴ്സ് ഉണ്ട്. N 3 ടൈംസ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്, E 4 ടൈംസ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്, D 2 ടൈംസ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ടോട്ടൽ 12 ലെറ്റേഴ്സ് ആണുള്ളത്. അപ്പോൾ ഇത് എത്ര തരത്തിൽ അറേഞ്ച് ചെയ്യാം? 12 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 3 ഫാക്ടോറിയൽ ഇൻറ്റു 4 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ ദാറ്റ് ഈസ് ഈക്വൽ ടു ദിസ്. ഇതാണ് ഇൻഡിപെൻഡൻസ് എന്നുള്ള ലെറ്റർ നമുക്ക് ഇത്രയും തരത്തിൽ അറേഞ്ച് ചെയ്യാം. ഇനി അടുത്ത ചോദ്യം, ഡു ദ വേർഡ് സ്റ്റാർട്ട് വിത്ത് പി. പി സ്റ്റാർട്ട് ചെയ്ത അപ്പോൾ നമ്മൾ ഈ 12 പി ആദ്യം സ്റ്റാർട്ട് ചെയ്യുക. പി ഫിക്സഡ് ആണ്, ഇവിടെ 1 ഫിക്സഡ് ആണ്. ബാക്കിയുള്ള 11 വേക്കൻറ്റ്
പ്ലേസിൽ എത്ര തരത്തിൽ എഴുതും എന്നുള്ളതാണ്. ഇതാ ദാറ്റ് ഈസ് 11 ഫാക്ടോറിയൽ, പിന്നെ 11 ലെറ്റേഴ്സ് ആണല്ലേ. 11 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ, അത് ഇവിടെ താഴെ അത് തന്നെ 3 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ ഇൻറ്റു 4 ഫാക്ടോറിയൽ, ദാറ്റ് ഈസ് ദിസ്. ദെൻ തേർഡ് വൺ എന്താ, ഡു ഓൾ ദ വവൽസ് ഓൾവേസ് ഒക്കർ ടു, വവ്വലെല്ലാം ഒന്നിച്ച് വരണം. എത്ര വവ്വലാണുള്ളത്? ഇതാ 4 ഒരു ഐയും ആണ് ഇതിൻ്റെ വവ്വലായിട്ടുള്ളത്, ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ളത്. ബാക്കിയുള്ളതൊക്കെ അപ്പം ഈ വവ്വലെല്ലാം നമ്മൾ വവ്വൽസിനെ എല്ലാം ഒരേപോലെ കൺസിഡർ ചെയ്യണം. വവ്വൽസ് എല്ലാം ഒരു ഓബ്ജക്റ്റ് ആയിട്ടും ബാക്കി 7 ലെറ്ററാണ് റിമൈനിങ് ആയിട്ടുള്ള ലെറ്റർ, 7 അപ്പോൾ ഈ 7 റിമൈനിങ് ലെറ്ററും വവ്വൽസ് ഒന്നിച്ച് കൺസിഡർ ചെയ്താൽ 8 ഓബ്ജക്റ്റുകൾ ഉണ്ടാവും. 8 ഓബ്ജക്റ്റിൽ 3Nഉം 2Dയും റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ 8 ഓബ്ജക്റ്റിനെ എത്ര തരത്തിൽ അറേഞ്ച് ചെയ്യാം? 8 ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ 3 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ, ഇത്രയും തരത്തിൽ അറേഞ്ച് ചെയ്യാം ഈ 8 ഓബ്ജക്റ്റിനെ. അത് കഴിഞ്ഞ് അത് ഇത്രയും തരത്തിൽ അറേഞ്ച് ചെയ്യാം. അത് കഴിഞ്ഞാൽ നമ്മൾ ഈ വവ്വൽസിനെ എത്ര തരത്തിൽ അറേഞ്ച് ചെയ്യാം? 5 വവ്വൽസ് ആണുള്ളത്. 5 വവ്വൽസിൽ 4 ആണുള്ളത്. അപ്പോൾ 5 വവ്വൽസിന് 5 വവ്വൽസ് ഉണ്ട്, അതിൽ 4 റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് 5 വവ്വൽസ് എത്ര തരത്തിൽ അറേഞ്ച് ചെയ്യാം? 5 ഡിവൈഡ് ബൈ 4 ഫാക്ടോറിയൽ. അങ്ങനെയാണെങ്കിൽ ഈ 5 വവ്വൽസ് ഒന്നിച്ചാണെങ്കിൽ എത്ര തരത്തിൽ അറേഞ്ച് ചെയ്യാം? ഇതാണ് 8 ഡിവൈഡ് ബൈ 8. ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ് അനുസരിച്ച് 8 ഓബ്ജക്റ്റ് ഇത്രയും തരത്തിൽ ഒബ്ജക്റ്റ് ചെയ്യാം, 5 വവ്വൽസ് ഇത്രയും തരത്തിൽ അറേഞ്ച് ചെയ്യാം. അങ്ങനെ ടോട്ടൽ നമ്പർ ഓഫ് അറേഞ്ച്മെന്റ് എത്രയായിരിക്കും? ഇത് 2 മൾട്ടിപ്ലൈ ചെയ്യുന്നതായിരിക്കും, ദാറ്റ് ഈസ് ദിസ്. അപ്പം വവ്വൽസിനെ എല്ലാം ഒന്നിച്ച് കൗണ്ട് ചെയ്യുകയാണെങ്കിൽ ഇത്രയും തരത്തിൽ കൗണ്ട് ചെയ്യാം. ടോട്ടൽ നമ്പർ ഓഫ് എത്രയാണ്? ടോട്ടൽ നമ്പർ എന്ന് പറയുന്നത് എത്രയാണ്? ടോട്ടൽ നമ്പർ നമ്മൾ ആദ്യം കണ്ടുപിടിച്ചു. ടോട്ടൽ നമ്പർ ഇതാണ് ടോട്ടൽ നമ്പർ. ഇതെല്ലാം വവ്വൽസ് അടുത്തടുത്ത് വരുന്നത്. അങ്ങനെയാണെങ്കിൽ വവ്വൽസ് വരാത്ത എത്രയെണ്ണം ഉണ്ടാവും? അടുത്തടുത്ത് വവ്വൽസ് വരാത്ത എത്രയുണ്ടാവും? ഇതിൽ നിന്നും ഇത് കുറയ്ക്കുക. വവ്വൽസ് വരുന്നതെല്ലാം കുറയ്ക്കുക. ടോട്ടൽ നമ്പറിൽ നിന്ന് വവ്വൽസ് വരുന്നത് കുറയ്ക്കുക. അപ്പോൾ നമുക്ക് ഇത് കിട്ടും. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ ഏതാ? അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് പി ഡു ദ വേർഡ്സ് ബിഗിൻ വിത്ത് ഐ ആൻഡ് എൻഡ് വിത്ത് പി. ഐയിൽ തുടങ്ങി പിയിൽ അവസാനിക്കുന്നു. ഐ നമ്മൾ ഫിക്സ് ചെയ്യുക, പി ഫിക്സ് ചെയ്യുക ലാസ്റ്റ്. ബാക്കിയുള്ള റിമൈനിങ് 8 കോളം ഉണ്ട്, 8 വേക്കൻറ്റ് പ്ലേസ്. ഇതിൽ എത്ര തരത്തിൽ അറേഞ്ച് ചെയ്യാം? 10 ഓബ്ജക്റ്റ് ആണ് അറേഞ്ച് ചെയ്യുന്നത്. അതിൽ IN4 D2 ഉണ്ട്. അപ്പോൾ 10 ഓബ്ജക്റ്റിൽ ഒരു ഓബ്ജക്റ്റ് 3 ടൈംസ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്, ഒരു ഓബ്ജക്റ്റ് 4 ടൈംസ് റിപ്പീറ്റ് ചെയ്യുന്നു, ഒരു ഓബ്ജക്റ്റ് 2 ടൈംസ് റിപ്പീറ്റ് ചെയ്യുന്നത്. അങ്ങനെയാണ് ഐ ഫസ്റ്റും പി ലാസ്റ്റുമായിട്ട് എത്ര തരത്തിൽ അറേഞ്ച് ചെയ്യാം? 10 ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ 3 ഫാക്ടോറിയൽ ഇൻറ്റു 4 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ, ദാറ്റ് ഈസ് ദിസ്. ഇതാണ് ഐ ഫസ്റ്റും പി ലാസ്റ്റും. ഇനി ഐയും പിയും എൻഡിലാണെങ്കിലോ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും റൊട്ടേറ്റ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ ഇതിനെന്താ ഇൻറ്റു 2 എന്നും കൂടെ വരും. പക്ഷെ ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇതാണ്, ഇത്രയും നമ്പേഴ്സാണ്. 12,600 ആണ് ഇപ്പോൾ കിട്ടിയത്. ഐയും പിയും എൻഡിലാണെങ്കിൽ ഇൻറ്റു 2 കൂടെ വരും. ഓക്കെ, ഇവിടെ നമ്മുടെ തിയറിയാണ് ഇത്. ഈ വീഡിയോ തിയറിയാണ്. നെക്സ്റ്റ്